കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. വന്ന ബസ്സുകൾക്ക് തിരിക്കാൻ സ്ഥലമില്ല. ബസ് മാറിക്കയറേണ്ട യാത്രക്കാർക്ക് നടക്കാൻ സ്ഥലമില്ല. ബാരിക്കേഡിനുള്ളിൽ ചെറുവാഹനങ്ങൾ കുടുങ്ങിയുണ്ടാകുന്ന ഗതാഗത കുരുക്ക് വേറെയും. തുവൂർ കമാനം വഴിയുള്ള യാത്രാ ദുരിതം നാൾക്കുനാൾ രൂക്ഷമാവുകയാണ്. തിങ്കളാഴ്ച വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ് ഇല്ലാത്തതും പ്രതിസന്ധി തീർത്തു. തുവൂർ കമാനം റെയിൽവേ മേൽപ്പാലം ബലപ്പെടുത്തുന്ന പ്രവൃത്തി നടത്തുന്നതിനു വേണ്ടിയാണ് ഗതാഗതം നിയന്ത്രിച്ചത്. ബസ്സുകൾ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾ പൂർണ്ണമായും നിരോധിച്ചുള്ള നിയന്ത്രണം വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽക്കാണ് പ്രാബല്യത്തിൽ വന്നത്. അന്നു മുതൽ തുവൂർ കമാനം ദുരിതപൂർണമാണ്. പാലം അപകടാവസ്ഥയിലാണെന്ന കാരണത്താൽ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തി. 3 ദിനങ്ങൾ പിന്നിട്ടിട്ടും പ്രവൃത്തി തുടങ്ങിയിട്ടുമില്ല. ഇനി തുടങ്ങിയാൽ തന്നെ എന്ന് തീരുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. നിലവിലെ പ്രശ്നം കാരണം ബസ്സുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഉള്ള ബസ്സുകൾക്ക് തിരിക്കാനും സ്ഥലമില്ല. ഈ സ്കൂളൊക്കെ തുറക്കണ സമയമാണ്. ഒരു 2-3-4 മാസമായിട്ട് ഒന്നും ആക്കാൻ കഴിയില്ല അവർക്ക്. കാരണം അതിൽ അത്രയും റിസ്ക്കാണ് അവിടെ ചെയ്യാൻ. സ്കൂൾ തുറന്നാൽ ശരിക്കും അറിയും എന്താണ് ഇവിടുത്തെ തൂരിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ ഈ വെക്കേഷൻ പീരീഡാണ് ഇങ്ങനെയാണ്. 10 ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കല്ലേ. 2 അപ്പുറത്തും ഇപ്പുറത്തും ഓരോ സ്കൂളുകളാണ്. ഇപ്പുറത്ത് 2 സ്കൂളും അപ്പുറത്തെ ഒരു സ്കൂളും. ഈ കുട്ടികളൊക്കെ എന്താ ചെയ്യുക? പിന്നെ പെരുന്നാളാണ് വരാൻ പോണത്. പിന്നെ അതേപോലെ തന്നെ ആ നടപ്പാത ആളുകൾ മൊത്തമായിട്ടാണ് കയ്യേറി നടക്കുക. അപ്പോൾ വാഹനങ്ങൾക്ക് തീരെ പോകാൻ കഴിയില്ല. സമരത്തെ കട്ടാക്കേണ്ട സ്ഥിതിയിലേക്ക് വരുമോ? ഒരുവിധം ബസ്സുകളൊക്കെ ഇപ്പോൾ സമരം എന്താ പറയുക റൂട്ടുകൾ കട്ടാക്കിയിട്ടാണ് ഓടുന്നത്. അപ്പോൾ നമുക്കൊന്നും ഇവിടെ കരുവാര കൊണ്ട് പോയി തിരിച്ചു പോരാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുവരെ വന്നിട്ട് അങ്ങോട്ട് തിരിച്ചു പോകുന്നത്. സമയമുള്ള ബസ്സുകൾ അതിലെ പോയി കാളിക മേലാറ്റൂർ വഴി പോയി കരുവാര കൊണ്ട് പോകുന്ന ബസ്സുകളൊക്കെ കളക്ഷൻ നന്നായി ബാധിക്കുന്നുണ്ട്. കരുവാരക്കുണ്ടിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പോകേണ്ട ബസ് യാത്രികന് തുവൂരിൽ ഇറങ്ങി കമാനം കാൽനടയായി മുറിച്ചു കടന്ന് മറ്റൊരു ബസ്സിൽ കയറി വേണം പോകാൻ. ഇത് തീർക്കുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. കവേർഡ് ബോഡി വാഹനങ്ങൾ ഒരു ഭാഗത്തെ ബാരിക്കേഡ് കടന്ന് പാലത്തിൽ പ്രവേശിക്കും. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാകാതെ കുടുങ്ങി വലിയ ഗതാഗതക്കുരുക്കുണ്ടാകുന്നതും സ്ഥിരം കാഴ്ചയാണ്. ഇത്തരത്തിൽ കുടുങ്ങുന്ന വാഹനങ്ങൾ ടയറിലെ കാറ്റൊഴിച്ച് ഉയരം കുറച്ചാണ് പിന്നീട് രക്ഷപ്പെടുന്നത്. തിങ്കളാഴ്ച വാഹനം നിയന്ത്രിക്കാൻ പോലീസിന്റെ സാന്നിധ്യമില്ലാത്തതും നാട്ടുകാരെ വലച്ചു. ബസ് തൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും ചേർന്നാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. പെരുന്നാൾ തിരക്കും സ്കൂൾ തുറക്കലും അടുത്തിരിക്കെ സ്ഥിതിഗതികൾ ഇനിയും സങ്കീർണമാവുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ തുവൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.